എന്തായാലും സാറിന് അവന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയൊക്കെ വേണം. ശരി, ഓക്കെ. താനെന്തിനാണോ കാർ എടുത്തിട്ടത്? ഞാൻ പറഞ്ഞോ? സിദ്ധാർത്ഥൻ സാറിന് എങ്ങോട്ട് പോകാനുണ്ടെന്ന് പറഞ്ഞു, അതാ. സിദ്ധു എങ്ങോട്ട് പോകുന്നു? തന്റെ പോലീസ് അന്വേഷണം ഏതുവരെയായി? ഞാൻ അറിഞ്ഞു ഗിരീഷിന്റെ വീട്ടിൽ പോലീസ് ചെന്നതും ഗിരീഷിനെ ക്വസ്റ്റ്യൻ ചെയ്തതുമൊക്കെ. ആ വീട്ടിൽ കാണുമെന്ന് സംശയം പോലെ പറഞ്ഞിട്ടുണ്ടാവൂല്ലേ? ഗിരീഷിനെ പോലീസിന് മുമ്പിൽ ഒരു നെഗറ്റീവ് ഇമേജ് ചാർജ് കൊടുത്തല്ലോ, നല്ല കാര്യം. അവൻ നെഗറ്റീവ് തന്നെയാ, വെറുതെ വെളുപ്പിച്ചെടുക്കാൻ നോക്കണ്ട. എല്ലാവരും കൂടി അവനെ മീരയുടെ രക്ഷകനായിട്ട് അങ്ങ് സ്ഥാപിച്ചിരിക്കുകയല്ലേ. അവസരം മുതലെടുക്കാൻ നോക്കി നടക്കുന്നവനാ. ആദ്യം അവിടെ തന്നെയാ തിരയേണ്ടത്. ഗിരീഷേട്ടനെ ഞാൻ വിളിച്ചിരുന്നു. മീര അവിടെ എത്തിയ ഗിരീഷേട്ടൻ തന്നെ ഇങ്ങോട്ട് വിളിച്ച് പറയുമായിരുന്നു. ഓ, സത്യസന്ധനായ മാതൃക അധ്യാപകനാണല്ലോ അവൻ. അച്ഛാ, ഒന്നാമത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക എല്ലാരും. അതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തർക്കം വേണ്ട. നമുക്കിറങ്ങാം. എവിടേക്കാ നിങ്ങള്? ഇനി ഞാനൊന്ന് ഇറങ്ങാൻ പോവാ. മീരെ കണ്ടുപിടിക്കും. കണ്ടുകിട്ടിയാ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരില്ല. ആദ്യം എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. എന്നിട്ട് ടിക്കറ്റ് എടുത്ത് ഡൽഹിക്ക് തിരിച്ചയക്കും. മാധവ, ഓ, ഗേറ്റ് തുറക്കും. വണ്ടി ഇറ. ഫ്ലവേഴ്സ് TV ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക.